ഡൽഹി ചലോ മാർച്ചിൽ കർഷകർക്ക് നേരെ കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്ന ഹരിയാന പോലീസിന്റെ വാദം പൊളിയുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും പോലീസ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയെന്നാണ് കർഷകർ പറയുന്നത്. ഇന്നലെയുണ്ടായ പോലീസ് നടപടിയിൽ നിരവധി പേർക്കാണ് ശംഭുവിലും പരിക്കേറ്റത്. ഖനൌരിയിൽ മാത്രമല്ല ഇന്നലെ ശംഭുവിലും റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. നമുക്ക് അവരുടെ കയ്യിൽ അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഭയ്യ ജരാ വോ റബ്ബർ ബുള്ളറ്റ് ദിഖാദേഗാ. ഇതാണ് ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്ന റബ്ബർ ബുള്ളറ്റിന്റെ അവശിഷ്ടങ്ങളാണ്. ഇത് കർഷകർ തന്നെ ശേഖരിച്ചു വെച്ചതാണ്. ഈ ബുള്ളറ്റിനുകളാണ് ഇവിടെ ഉപയോഗിച്ചതെന്നാണ് കർഷകർ പറയുന്നത്. ഇതേ തരത്തിലുള്ള ബുള്ളറ്റിന് ഉപയോഗിച്ചു ഖനൌരിയിൽ എന്നാണ് പോലീസിന്റെ അവകാശവാദമെങ്കിൽ തന്നെയും തലയ്ക്ക് വെടിയേറ്റത് ഈ ബുള്ളറ്റിനിലല്ല. ഒരു കർഷകന്റെ മരണത്തിന് കാരണമായത് ഈ ബുള്ളറ്റിനല്ല എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊപ്പം ഇവിടെ കാലിന് പരിക്കേറ്റ ഒരു കർഷകൻ കൂടിയുണ്ട്. ഈ ചോട്ട് കൈസ हुआ था? चोट कल यहाँ पर हम खड़े थे पंजाब के इलाके में, हम हरियाणा में बिल्कुल नहीं गए। तो उधर जो हरियाणा की जो आर्मी है, जो पुलिस है, जो नीली वर्दी बड़े खड़े हैं उधर, उन्होंने हमारे ऊपर जो बोल्ट रबड़ होता है वो छोड़ा है, अथरुआ से गोला छोड़ा है इधर, उससे जो नुकसान हुआ है हमारा, जख्मी हो गए। हॉस्पिटल गया था? नहीं, यहाँ पर ही प्रबंध सारा किया है, इमरजेंसी है, यहाँ पर वैन लगा हुआ है, वहाँ पर पट्टी करा ली हमने। तो आपको ये गोलियां कहाँ से मिली था? ਇਹਦਾ ਹੀ ਸਾਡੇ ਇੱਥੇ ਬਾਲੇ ਮੁੰਡਿਆਂ ਨੇ ਮਾਰੇ ਆ, ਕਿਸੇ ਦੇ ਸਿਰ 'ਚ ਮਾਰਿਆ, ਕਿਸੇ ਦੇ ਹੱਥ ਪੈਰ, ਤੇ ਤਾਂ ਕਰਕੇ ਅਸੀਂ ਇੱਥੇ ਇਕੱਠੇ ਕਿਤੇ ਖਨੌਰੀ ਬਾਰਡਰ ਤੇ ਇਹਨਾਂ ਨੇ ਸਿੱਧੀਆਂ ਬੁਲਟ ਵੀ ਚਲਾਈਆਂ। ਇੱਕ ਮੁੰਡਾ ਸ਼ਹੀਦ ਵੀ ਹੋ ਗਿਆ ਉੱਥੇ, ਸਾਡਾ ਕਿਸਾਨ। ਤੇ ਇਹ ਅਥਰੂ ਗੈਸਾਂ ਦੇ ਗੋਲੇ ਉਹ ਸਟੇਜ ਤੱਕ ਸਾਡੇ ਸਿੱਧੇ ਲੈ ਕੇ ਜਾਂਦੇ ਆ ਡਰੋਨ ਨਾਲ। इधर भी गोली यूज किया है ऐसे बोलो? ये इधर से ही कमा എന്തായാലും ഇവരുടെ കയ്യിലുള്ള ഈ ബുള്ളറ്റിനുകൾ, അതായത് പോലീസ് പറയുന്നത് കണ്ണീർ വാതകം മാത്രം പ്രയോഗിച്ചു എന്ന് പറയുമ്പോഴാണ്, ടിയർ ഗ്യാസ് മാത്രം പ്രയോഗിച്ചു എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുള്ളറ്റിനുകൾ കൂടി കർഷകർക്ക്, ഫാർമേഴ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വളരെ കൃത്യമാണ്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഈ പരുക്കുകളും അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള റബ്ബർ ബുള്ളറ്റിനുകളും എല്ലാം വ്യക്തമാകുന്നത്. പോലീസ് വ്യാപകമായ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹരിയാന നിന്ന് പഞ്ചാബിന്റെ അതിർത്തിയിലേക്കാണ് പോലീസ് ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബുള്ളറ്റിനുകൾ പ്രയോഗിക്കുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി അവകാശപ്പെടുന്നത് തങ്ങളുടെ പ്രദേശത്തേക്ക്, അതായത് ഹരിയാനയിലേക്ക് കടന്നു കയറുന്നവർക്ക് നേരെയാണ് നടപടി എന്നാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും പഞ്ചാബാണ്. ഇവിടെയാണ് ഇന്നലെ വലിയ തോതിൽ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഇത് ഇപ്പോൾ കർഷകർ എന്തായാലും ഇന്നത്തെ ദിവസം അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ട്രാക്ടറുകൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. ഇന്ന് 11 മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തി തുടർ നടപടികൾ അറിയിക്കുമെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇന്ന് BJP നേതാക്കളുടെ വസതികളിലേക്ക് ട്രാക്ടർ മാർച്ചും കർഷകർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലെ റോഡുകൾ 2 മണിക്കൂർ നേരത്തേക്ക് ഉപരോധിക്കാനും കർഷകർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് രാജ്യവ്യാപകമായി നടക്കും. അതോടൊപ്പം തന്നെ അതിർത്തികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് കർഷകർ അറിയിച്ചിട്ടുള്ളത്. നാളെയാണ് കർഷകർ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അവസാന സമയം. അതായത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും നാളെ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആ നാളെ വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ നാളെ മുതൽ തന്നെ മാർച്ച് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ.